ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ ഈ സെക്ഷൻ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റിംഗ് കൺജക്ഷനായിട്ടുള്ളതും കോറിലേറ്റീവ് കൺജക്ഷനായിട്ടുള്ള ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ആണ്. ഇത് നമുക്ക് ഈ സെക്ഷൻ പഠിക്കാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് വെർബ് വരുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഇഫ് ടു നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ കണക്റ്റഡ് വിത്ത് ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സെൻറ്റൻസിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമുക്ക് സബ്ജക്ട്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 സബ്ജക്റ്റുകളാണ് വരുന്നത്. അത് പ്രോനൗണായിട്ടുള്ളതും വരും, നൗണായിട്ടുള്ളതായാലും 2 സബ്ജക്റ്റുകളാണ് വരുന്നത്. ആ 2 സബ്ജക്റ്റുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് അല്ല നമ്മൾ എടുത്ത് ആൻസർ ചെയ്യേണ്ടത്. അതിൻ്റെ വെർബ് വരേണ്ടത് വെർബിന് പക്കമുള്ള, വെർബിന് ചേർന്ന് വരുന്നുള്ള സബ്ജക്റ്റിൻ്റെ നോക്കി വേണം നമ്മൾ വെർബ് ആൻസർ ചെയ്യാൻ. ഇത് ഞാൻ നിങ്ങൾക്ക് സെൻറ്റൻസിലൂടെ മനസ്സിലാക്കി തരാം. അതായത് ഇഫ് 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ഓർ, neither or, either or, not only but also, the verb is according to the subject close to the verb. അതായത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാകും. either രമേഷ് or his friends is or are responsible for the loss. ഇവിടെ നമ്മൾ ഐദറിന് ശേഷം രമേശിന് വരുന്നുണ്ട്, ഓറിന് ശേഷം ഹിസ് ഫ്രണ്ട്സ് വരുന്നു. ഹിസ് ഫ്രണ്ട്സിന് ശേഷമാണ് വെർബ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെർബിന് തൊട്ടടുത്തുള്ള സബ്ജക്റ്റായ ഹിസ് ഫ്രണ്ട്സ് പ്ലൂറലായതുകൊണ്ട് ആറാണ് ആൻസർ വരുന്നത്. അടുത്തത് നോട്ട് ഓൺലി ദ ബയേഴ്സ് ബട്ട് ആൾസോ ദ സെയിൽസ്മാൻ ഈസ് ഓർ ആർ ഇൻ ഫേവർ ഓഫ് ദ സിസ്റ്റം. ഇവിടെ ബട്ട് ആൾസോ കഴിഞ്ഞ് വരുന്നത് ദ സെയിൽസ്മാൻ സിംഗുലറാണ്, അതുകൊണ്ട് ഇവിടെ വെർബ് സിംഗുലറാണ്. വി ഇൻസിസ്റ്റഡ് ബട്ട് നെയ്തർ ജോന നോർ ഹെർ അസിസ്റ്റൻറ്റ് ആർ റെഡി ടു വർക്ക് ഓൺ സൺഡേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നോറിന് ശേഷം ഹെർ അസിസ്റ്റൻറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. അത് പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറൽ വെർബ് ആർ. യുവർ സക്സസ് ഓർ യുവർ ഫെയില്യുവർ ഡിപ്പെൻഡ് ഓൺ യുവർ ഹാർഡ് വർക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓർ എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ശേഷം വരുന്ന യുവർ ഫെയില്യുവർ ഡിപ്പെൻഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആൻസർ ചെയ്യാൻ പഠിക്കുക. നൈദർ ദ കളർ nor the size of the clothes were good. ഇവിടെ മെയിൻ സബ്ജക്റ്റ് വരുന്നത് ദ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് അത് സൈസ് വന്നതുകൊണ്ട് വെർബ് വരും. നൈദർ ദ ഡയറക്ടേഴ്സ് നോർ ദ ചെയർമാൻ വാസ് അവൈലബിൾ ടു ഇൻ്ററോഗേഷൻ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഇത് നിങ്ങളെ ആൻസർ ചെയ്യുക. അത് അവിടെ മനസ്സിലാക്കാം. രാം ഓർ ഹിസ് ഫ്രണ്ട്സ് ഈസ് ഓർ ആർ ബിസി. ഇവിടെ ഞാൻ പറഞ്ഞു വെർബ് വരേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് അല്ല, വെർബിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഹിസ് ഫ്രണ്ട്സ് ആർ. അത് നമുക്ക് ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സബ്ജക്റ്റ് അല്ല ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പാടുപെടും. അതുകൊണ്ട് അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈസ് ഓർ ആർ രാം ഓർ ഹിസ് ഫ്രണ്ട്സ് ബിസി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റ് അല്ല എടുക്കേണ്ടത്, വെർബിന് പക്കമുള്ള രാം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് സിംഗിളറായിട്ടുള്ള ഈസാണ് വരുന്നത്. ഇനി അടുത്ത കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. നൈദർ രാകേഷ് നോർ ശക്തി പ്രസൻറ്റഡ് ദെയർ പേപ്പർ ബിഫോർ ദ ഡെഡ് ലൈൻ ഫോർ ഡൂയിങ് സോ.
സെക്കൻഡ് വൺ, നെയ്തർ ഹെർ nor I was able to finish the task within the time limit. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നൗൺസോ പ്രൊനൗൺസോ സബ്ജക്റ്റായിട്ട് നമുക്ക് വരും അപ്പോൾ രണ്ട് സബ്ജക്റ്റുകൾ വരും. ആ രണ്ട് സബ്ജക്റ്റുകളെ നോക്കി വേണം നമ്മൾ സബ്ജക്റ്റിൻ്റെ വെർബിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാമ്പിൾ, ഐദർ രാം ഓർ ഹിസ് ഫ്രണ്ട് ഡാഷ് സ്റ്റോളൻ മൈ വാച്ച്, ഹാസ് ഓർ ഹാവ്. ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെയ്തർ രാം നോർ ഹിസ് ഫ്രണ്ട്സ് സ്റ്റോളൻ മൈ വാച്ച്. ഇവിടെ ആൻസർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐദർ ഹി ഓർ യു സ്റ്റോളൻ മൈ വാച്ച്. നെക്സ്റ്റ് വൺ, നെയ്തർ യു നോർ ഐ റെസ്പോൺസിബിൾ ഫോർ ദിസ് ലോസ്. ഇവിടെ ആൻസർ ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇത് മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ സെക്ഷനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.